ഇന്ന് രാവിലെ എണീറ്റിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഹാളിൽ ചെന്ന് വിരിയൊക്കെ ഒന്ന് നീക്കിയിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഈ ടൈമിന് നല്ലൊരു ക്ലൈമറ്റ് ആണേ. പിന്നെ കാക്കയുടെ കിളിയുടെ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക നമസ്കരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ചായ കൊടുക്കണം. പിന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാനിതാ ചോറിനുള്ള വെള്ളവും വെച്ച് അരി വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാനിതാ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ളത് ചായ ഞാൻ വേഗം 2 ഗ്ലാസ്സിലോട്ട് പകർത്തുന്നുണ്ട്. ഇക്കാക്ക നമസ്കരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. രാവിലെ എണീക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, അമ്പലത്തിൽ നിന്നാണോ പള്ളിയിൽ നിന്നാണെന്ന് അറിയില്ല, കുറേ മണിയടിയൊക്കെ എന്നെ കേൾക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചു, ഇക്കാക്ക ഓതാനിരിക്കുകയാണ്. പിന്നെ ഇക്കാക്കയും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് കട വരെ പോവാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് രാത്രി വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കടയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നാട്ടോ. അപ്പോൾ എനിക്ക് ഇതാ വീഡിയോ ഒക്കെ എടുത്തരുന്നുണ്ട്. പിന്നെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് പുതിയൊരു പാലം വന്നിട്ടുണ്ടല്ലോ, ആ പാലം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാലത്തിൻ്റെ മേളിൽ കയറിയിട്ടാണെങ്കിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേക്കോശത്തെ വാലൊന്ന് തുറന്നിട്ടിട്ട് പിന്നെ ഞാൻ അരിപ്പത്തിരിക്കുള്ള വെള്ളമോട്ട് ഈ അളന്ന് ഒഴിക്കുന്നത്. അരിപ്പത്തിരിക്ക് എപ്പോഴും അളന്ന് തന്നെ ഒഴിക്കണം കേട്ടോ. എനിക്ക് ഏകദേശം കണക്കൊന്നും അറിയില്ല. പിന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അതാ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഞാനിതാ സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് മുട്ടക്കറിക്കുള്ളത്. പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. മുട്ട വേകുമ്പോഴത്തേക്കും ഒന്ന് ഞാനിതാ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നു. പിന്നെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. ടി വിയിൽ നല്ലൊരു പാട്ട് കളിച്ചപ്പോൾ ഒന്ന് പോയി നോക്കിയതാട്ടോ. പിന്നെ അപ്പോഴത്തേക്കും സവാളയും മസാലപ്പൊടിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ട് ആ മുട്ട അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുട്ട നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ കത്തി വെച്ച് കോസ്റ്റ് കാണിക്കുന്നത്. പിന്നെ ചൂടാറിയ അരിപ്പൊടി ഞാനിതാ ഉണ്ടയൊക്കെ പിടിച്ച് ചുട്ടെടുക്കുക കേട്ടോ. നല്ല ചൂടോടെ തന്നെ അരിപ്പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ വരുന്നിട്ടുണ്ടായിരുന്നു, അത് കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ്. പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ കൂടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അത് വേഗം വിഷയത്തിലോട്ടാക്കിയിട്ട് ഞാൻ നേരെ അടിച്ചു വാരി തുടക്കാനാട്ടോ പോയേക്കുന്നത്. സോഫയൊക്കെ തട്ടിക്കൊടുന്ന് അടിച്ചു വാരി ഞാൻ കുളിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ